ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് മാർച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന് നേരത്തെ കല്ലേറും ഉണ്ടായിരുന്നു. റാഫി കരീം വിവരങ്ങൾ നൽകും കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്ന്. റാഫി, പ്രവർത്തകർ ഈ ജലപീരങ്കി പ്രയോഗത്തിനിടയിലും കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് ഇപ്പോഴും തുടരുകയാണല്ലേ? വിജയകുമാർ, തീർച്ചയായും സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു കണിയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജനീഷാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ബാരിക്കേഡ് മറികടക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ സംഘർഷത്തിലേക്ക് എത്തിയത്. തൊട്ട് പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ജലപീരങ്കിയാണ് പ്രവർത്തകർക്കെതിരെ പോലീസ് പ്രയോഗിച്ചത്. എന്നാൽ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുള്ളത്. ഈ 2 റൗണ്ട് ബാരിക്കേഡാണ് ഈ പ്രവർത്തകർക്ക് ചുറ്റും പോലീസ് വച്ചിരുന്നത്. അതിൽ ആദ്യ റൗണ്ട് ബാരിക്കേഡ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് വലിച്ചു മാറ്റി ഇപ്പോൾ 2ാം റൗണ്ട് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. വലിയ ഒരു സംഘർഷത്തിലേക്ക് നേരത്തെ ഈ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലേറ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കല്ലേറിൽ പോലീസ് വാഹനത്തിന് തകരാറ് സംഭവിക്കുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. ഏകദേശം 12:30 ആരംഭിച്ച മാർച്ചും പ്രതിഷേധവും ഇപ്പോഴും തുടരുകയാണ്. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അവിടെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ പ്രവർത്തകർ ശ്രമിച്ചു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതിനുശേഷവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡിന്റെ ഒരു ലെയർ പ്രവർത്തകർ മറിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. വലിയ പോലീസ് സുരക്ഷ ആ മേഖലയിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധ മാർച്ച്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിന് വഴങ്ങുന്നില്ല. അറസ്റ്റിന് പ്രവർത്തകർ വഴങ്ങുന്നില്ല. അവിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കമാണ് ഇപ്പോഴും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.